ഹായ്, സ്കൂളിൽ കായിക മത്സരം നടക്കുകയാണ്. വെളുത്ത വര കൊണ്ട് മാർക്ക് ചെയ്ത ലൈനിൽ ഓരോ വിദ്യാർത്ഥിയും സജ്ജനായി നിൽക്കുന്നു. 200 മീറ്ററിൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ് അവരുടെ ലക്ഷ്യം. ഓരോരുത്തരും വിസിൽ മുഴങ്ങിയതോടുകൂടി സർവ്വശക്തിയും ഉപയോഗിച്ച് ഓടി. ഒരു മിടുക്കൻ പതറാത്ത പാദത്തോടുകൂടി ഉറച്ച ലക്ഷ്യത്തോടുകൂടി ആദ്യമായി 200 മീറ്ററിലെത്തി. ആദ്യം എത്തുന്നതോടുകൂടി ആരവം ഉയർന്നു. അവന് നോട്ടുമാലകൾ കിട്ടി, ഗ്ലൂക്കോസ് വെള്ളവും ഏത്തപ്പഴവും കിട്ടി. ഓരോരുത്തരും അവനെ വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. രണ്ടാമതെത്തിയ വിദ്യാർത്ഥിക്കും അംഗീകാരവും ആഘോഷവും നൽകി. എന്നാൽ മൂന്നാമതെത്തിയ വിദ്യാർത്ഥിക്ക് അത് കുറച്ച് കുറഞ്ഞു. നാലാമതും അഞ്ചാമതും ആറാമതുമൊക്കെ ഓടിയെത്തിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരാരും തിരിഞ്ഞു നോക്കിയില്ല. എട്ടാമതെത്തിയ വിദ്യാർത്ഥി ഫിനിഷിംഗ് പോയിന്റിൽ കിതച്ചുകൊണ്ട് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുകയായിരുന്നു. പക്ഷേ ആരും അവനെ ഗൗനിച്ചില്ല. ഇത് കേവലം കായിക മത്സരത്തിൽ മാത്രം കാണുന്ന അവസ്ഥയല്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഫസ്റ്റ് സ്ഥാനം ലഭിക്കുന്നവനും സെക്കൻഡ് കിട്ടുന്നവനുമൊക്കെ വളരെ അംഗീകാരം ലഭിക്കും. എന്നാൽ അവസാന ബെഞ്ചിലിരിക്കുന്നവന് നമ്മളൊരു അംഗീകാരവും നൽകില്ല. ഈ അംഗീകാരം നൽകുകയാണ് ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. പഠന പിന്നോക്കാവസ്ഥയിലുണ്ടാകുന്ന വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് എത്തിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ശാസ്ത്രീയമായ വഴികളാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.